ഇഡി ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കും രാഷ്ട്രീയ ഇടപെടലിനുമെതിരെ കൊച്ചി ഇഡി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇഡി ഉദ്യോഗസ്ഥന്റെ കൈക്കൂലി ആരോപണം പുറത്തു വന്നപ്പോൾ അത് യുഡിഎഫും എൽഡിഎഫും ഒരുപോലെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി എടുത്തിരുന്നു. പല സ്ഥലങ്ങളിലായി ഇഡി നടത്തുന്നത് രാഷ്ട്രീയ വേട്ടയാണ് എന്നുള്ള ആരോപണം ശക്തമാക്കാൻ, അത് സ്ഥിരീകരിക്കാനുള്ള തെളിവ് കൂടിയാണ് ഈ പുറത്തേക്ക് വരുന്നത് എന്ന് തന്നെ വിവിധ രണ്ട് മുന്നണികളിലെയും നേതാക്കന്മാർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ കൊച്ചി ഇഡി ഓഫീസിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അവിടെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പോലീസ്. ഡിവൈഎഫ്ഐ പ്രതിഷേധം തുടരുന്നു എന്ന് മനസ്സിലാക്കണം. ഡാനി, പ്രതിഷേധം തുടരുകയാണോ? ഇത് ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നു, CPM സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇഡി രാഷ്ട്രീയ വേട്ട നടത്തുന്നു എന്ന് തന്നെയാണ്. അതൊരു പ്രസ്താവനകളിലോ അല്ലെങ്കിൽ പാർട്ടി മുഖപത്രത്തിലെ പ്രസംഗത്തിലോ നിൽക്കുകയില്ല. ഈ തരത്തിൽ പുറത്തിറങ്ങിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കും ഇനിയുള്ള മണിക്കൂറുകൾ എന്നുള്ളൊരു സൂചന. അത് സ്ഥിരീകരിക്കുന്നു ഇന്നത്തെ പ്രതിഷേധ മാർച്ച്. ഇതിനിയും വരും സമയങ്ങളിലും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുകൂടി യുവജന സംഘടന പറയുന്നുണ്ടോ? അപർണ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇനി അങ്ങോട്ട് ഇഡിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം തന്നെയായിരിക്കും ഉണ്ടാകുക എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്ന. ഡിവൈഎഫ്ഐയുടെ സമരം അവിടെ തുടരുകയാണ്. നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗം, സനോജ ഉദ്ഘാടന പ്രസംഗം നടത്തുകയാണ്. ഇതിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നത് കൃത്യമായ രീതിയിലുള്ള ഒരു സമര പരിപാടികളിലേക്കടക്കം തങ്ങൾ നീങ്ങുകയാണ്. കാരണം അതല്ലാതെ ഇത്രയും ഈ അഴിമതികൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ അഴിമതികൾ തുറന്ന് കാണിക്കേണ്ടതുണ്ട്. അത് മാത്രവുമല്ല, തികച്ചും രാഷ്ട്രീയ ചട്ടുകമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ആയിട്ട് ഇഡി മാറിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് അത് തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇഡി ഉദ്യോഗസ്ഥർ തന്നെ പ്രതികളാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ അഴിമതിയുടെ ഒരു ശൃംഖല, അതാണ് ഈ ഇഡി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇവർ ആരോപിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെതടക്കമുള്ള പ്രതിഷേധങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐയും പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് തന്നെ അവർ ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായ രീതിയിലുള്ള ഒരു സമര പരിപാടികളിലേക്ക് നീങ്ങുന്നു. കാരണം ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയപരമായ പക്ഷപാതിത്വവും ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ മറുഭാഗത്ത് കൃത്യമായ രീതിയിലുള്ള ഈ കൈക്കൂലി ഇടപാടുകൾ, ഈ പിരിവുകൾ മാത്രമാണ് ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അത് പൊതുജന മധ്യത്തിൽ തങ്ങൾ തുറന്നു കാണിക്കുകയാണ്. ഇനി സമര ദിവസങ്ങളായിരിക്കും ഇനി ഇഡി ഓഫീസിന് മുന്നിലുണ്ടാകുക എന്ന് വ്യക്തമാക്കുകയാണ് യുവജന സംഘടനകൾ. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം തുടരുകയും ചെയ്യുന്നത്. അപർണ.